തൃശ്ശൂരിൽ 9ാം ക്ലാസ്സുകാരൻ 14 വയസ്സുള്ളവൻ 30 വയസ്സുകാരനെ കുത്തിക്കൊന്നു. തൃശ്ശൂർ പുതുവർഷത്തിൻ്റെ ആ തലേ ദിവസം അവിടെ തേക്കിൻകാട് മൈതാനത്തിനടുത്ത് പാലിയം റോഡിലെ ലിവിൻ എന്ന ആളാണ് കൊല്ലപ്പെട്ടത്. ഇത് പുതുവർഷ ലഹരിയിൽ പല പല പ്രശ്നങ്ങളുണ്ടാവും നമുക്കറിയാം. തേക്കിൻകാട് മൈതാനത്തിനടുത്ത് താമസക്കാരൻ ലിവിൻ ആ വഴി ഒരു 14കാരനും 15കാരനും 2 പെൺകുട്ടികളുമായിട്ട് പോകുന്നത് കണ്ടു. അവരുടെ പോക്കത്ര ശരിയല്ല, മൈനറാണ് കുട്ടികൾ, പെൺകുട്ടികളും അങ്ങനെ തന്നെ. അപ്പോൾ ഒരു ലിവിൻ അവരോട് ഒന്ന് ചലഞ്ച് ചെയ്തു. എങ്ങോട്ടാണ് പോകുന്നത് എന്താണെന്ന് അന്വേഷിച്ചു. അത് ആ കുട്ടികൾക്ക് പിടിച്ചില്ല. വാക്കുതർക്കമായി. അവസാനം 14കാരൻ 9ാം ക്ലാസ്സിൽ പഠിച്ചവൻ ലിവിനെ നെഞ്ചു നോക്കി കുത്തി. ഇവരുടെ കൈ കത്തിയുണ്ടെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. ഇദ്ദേഹത്തിൻ്റെ കൈ കത്തിയില്ല. അദ്ദേഹം വീടിൻ്റെ സമീപത്ത് നിൽക്കുമ്പം ഇങ്ങനെ ഇത് കണ്ടപ്പം അതൊന്ന് ചോദ്യം ചെയ്തു. ഈ കുട്ടികൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമല്ലോ, മൈനറാണല്ലോ എന്ന് കരുതിയുള്ള ചോദ്യമായിരുന്നു. പക്ഷേ കുട്ടികൾക്കത് പിടിച്ചില്ല. 14കാരൻ നെഞ്ചു നോക്കി കുത്തുകയും ചെയ്തു. തർക്കത്തിനൊടുവിൽ ഈ സംഭവം പലരും കണ്ടു ഓടിക്കൂടി. അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു പയ്യൻ ഓടി. പിന്നീട് നാട്ടുകാരെല്ലാം അവനെ ഓടിച്ചിട്ട് പിടിച്ചു. ഇവിടെ ലിബിനെ എളക്കളത്തൂർ വീട്ടിലെ ലിബിനാണ്. അദ്ദേഹത്തിനെ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി. ജോൺ ഡേവിഡ് എന്ന് പറഞ്ഞ ആളുടെ മകനാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ തന്നെ മരിച്ചിരിക്കുന്നു. നെഞ്ചിലെ ഇടതുവശത്ത് ആഴത്തിലുള്ള കുത്തായിരുന്നു അത്. 14 വയസ്സുകാരൻ കത്തിക്കൊണ്ടാണ് നടക്കുന്നത്. 15 വയസ്സുകാരനും ഇതേ പ്രവൃത്തി ചെയ്യുന്നവനാണ്. പോലീസ് ഇതേപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് 9ാം ക്ലാസ്സുകാരനെ അവൻ്റെ സ്കൂളിലെ മറ്റു കുട്ടികളെ കത്തി കാണിച്ചും ഭീഷണിപ്പെടുത്തിയും അവിടെ അടിയുണ്ടാക്കിയതിന് അവനെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടു, TC കൊടുത്ത്. അവൻ്റെ കൂട്ടുകാരനുണ്ട് 14, അവനും ഒരു 15 വയസ്സോളം പ്രായമുള്ളൂ. അവനെയും സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടതാണ്. ഈ 9ാം ക്ലാസ്സുകാരൻ്റെ പിതാവ് പണ്ടൊരു ഗുണ്ടയായിരുന്നു. അയാളെ കുത്തിക്കൊല്ലുമായിരുന്നു ചെയ്തത്. അപ്പോൾ ചെറുപ്പം മുതലേ ഈ പയ്യൻ ഈ പിതാവിൻ്റെ ഈ അഴിഞ്ഞാട്ടങ്ങളും അയാളുടെ ഗുണ്ടാപ്രവർത്തനവും അത് കണ്ട് ആകർഷനായി. അന്നേരം മുതൽ ഈ പയ്യൻ പിതാവിനെ ഫോളോ അപ്പ് ചെയ്യണം. അത് തന്നെ ഇപ്പം നമുക്ക് പിതാക്കന്മാരങ്ങനെ അല്ലേലും ശരി, ഇപ്പം ഒത്തിരി സിനിമകൾ, ഈ അടുത്ത കാലത്ത് മാർക്കോ എന്ന് പറഞ്ഞൊരു സിനിമ, ആ സിനിമയിൽ മുഴുവൻ വയലൻസാണ്. അതിനകത്ത് വയലൻസ് കാണിക്കുന്ന ഒരു വലിയ ജേതാവായിട്ട് രംഗത്ത് വരുന്നതാണ് സിനിമയുടെ പര്യവസാനം. ആ വയലൻസ് കാണിക്കുന്നത് എന്താണ്? ഒരിക്കലും സിനിമാറ്റോഗ്രാഫി ആക്ട് പ്രകാരം ഇത് കൊടുക്കാൻ പാടില്ലാത്തതാണ്. A സർട്ടിഫിക്കറ്റ് അതിന് കൊടുത്തിരിക്കുന്നു. അത് ഒരിക്കലും സെൻസർ ബോർഡ് ചെയ്യാൻ പാടില്ലാത്തത്. കാരണം ഇതിനകത്ത് മനുഷ്യൻ്റെ അവയവങ്ങൾ കീറിമുറിക്കുന്നതും അവനെ കുത്തിക്കൊല്ലുന്നതും അവനെ കെട്ടിത്തൂക്കുന്നതും കുട്ടികളെ കെട്ടിത്തൂക്കിക്കൊല്ലുന്നതും ചെവി കടിച്ചു പറിക്കുന്നതും അതുപോലെയുള്ള വയലൻസ് മാത്രം ചെയ്ത് ജേതാവാകുന്ന ആൾക്കാരുടെ കഥയാണ്. അത് ഇന്ത്യയുടെ പാരമ്പര്യത്തിനും നമ്മുടെ ഭരണഘടനയ്ക്കും അതുപോലെ തന്നെ ഇന്ത്യയിലെ നിയമവ്യവസ്ഥയ്ക്ക് എതിരായിട്ടുള്ളതാണ് ഈ കാണിക്കുന്നത്. ആ കാണിക്കുന്നവൻ വില്ലനാകുകയാണ്. അതേ മോഹം നമ്മുടെ കുട്ടികളിൽ വരും. അതിപ്പം സിനിമ കാണുന്നതിന് മുമ്പ് തന്നെ ഈ പയ്യൻ വീട്ടിലെ തന്നെ അവസ്ഥയിൽ പിതാവിൻ്റെ അതേ ജോലി ഏറ്റെടുത്തിരിക്കുകയാണ്. അത് തന്നെയല്ല, 14 വയസ്സേ ആയുള്ളൂ. പ്രായപൂർത്തിയാകുന്ന ഒരാൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ ഇവൻ 14 വയസ്സിൽ തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ സമൂഹം എങ്ങനെയാണ് പോകുന്നത്? സർവത്ര സ്ഥലത്തും വയലൻസാണ്. കാരണം സിനിമയിലും വയലൻസാണ്. നല്ല മാർഗം കാണിച്ചു കൊടുക്കാൻ ആളില്ല. അത് തന്നെയല്ല, TV-കളിലും വയലൻസ് കൂടുതൽ കാണിക്കുന്നുണ്ട്. തമാശ പടങ്ങളൊക്കെ നമ്മൾ കാണുന്നെങ്കിലും നമ്മുടെ ഭരണഘടനയ്ക്കെതിരായി, ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്കെതിരായി കാണിക്കുന്നത് പ്രോഹിബിറ്റ് ചെയ്യണം. അതിന് A സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പാടില്ല. കൊടുത്തവരെ തീർച്ചയായിട്ടും അവരെ പ്രതി ചേർത്ത് കേസെടുക്കേണ്ട കാര്യങ്ങളും വരും. ഫിലിം സെൻസർ ബോർഡ് ആണെങ്കിലും ശരി, അത് നിയമപരമായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താണെങ്കിലും ശരി, ഇതുപോലെയുള്ള വയലൻസ് കാണിക്കുന്നവരെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമകൾ ഇറക്കാൻ പാടില്ല. കാരണം അത് സാധാരണ വയലൻസ് അല്ല കാണിക്കുന്നത്. മനുഷ്യനെ എങ്ങനെയാണ് വെട്ടി മുറുക്കേണ്ടതെന്നുള്ള, അല്ലെങ്കിൽ വെട്ടി നുറുക്കേണ്ടത് എങ്ങനെയാണെന്നാണ്. അപ്പം ഇന്നലെ രാത്രിയിൽ ആണ് ഈ സംഭവം ഉണ്ടായത്. ഇന്നലെ രാത്രിയിൽ നമുക്കറിയാം
പുതുവർഷത്തിൻ്റെ ആഘോഷങ്ങൾ തുടങ്ങിയ സന്ദർഭത്തിലാണ് ഈ കുട്ടികൾ, അല്ലെങ്കിൽ 9 ക്ലാസ്സുകാരനും അല്ലെങ്കിൽ 14 വയസ്സുകാരനും 15 വയസ്സുകാരും അതേ പ്രായത്തിൽ 2 പെൺകുട്ടികളായിട്ട് പോകുന്നത് കണ്ടപ്പം, അവരുടെ പോക്ക് ഇത് കണ്ടപ്പോൾ അതൊരു റേപ്പിലോട്ട് പോകാം, അല്ലെങ്കിൽ വേറൊരു പ്രശ്നത്തേക്ക് പോകാം, ഒരു കൊലപാതകത്തിലേക്ക് പോകാം. അതാണ് ആ പാവം മനുഷ്യൻ അതിൻ്റെ അകത്ത് ഇൻ്റർഫിയർ ചെയ്തത്. പക്ഷേ പ്രതീക്ഷിച്ചതിനപ്പുറം അവർ സാധാരണഗതിയിൽ കാണുന്ന റൗഡികളെക്കാട്ടിലും വളരെ ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്ത് അദ്ദേഹത്തിന് തർക്കത്തിനൊടുവിൽ അദ്ദേഹത്തിനെ കുത്തിക്കൊല്ലുകയായിരുന്നു ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ ഈ തൃശ്ശൂർ തന്നെ വേറൊരു സംഭവം ഉണ്ടായി. അത് നമ്മുടെ സമൂഹം എങ്ങനെയാണ് പോകുന്നതെന്നും നമുക്ക് മനസ്സിലാവും. കാരണം ന്യൂ ഇയർ വിഷ് ചെയ്തില്ല എന്ന് പറഞ്ഞ് തൃശ്ശൂർ മുള്ളൂർക്കരയിൽ ഒരു സംഭവം ഉണ്ടായി. അവിടെ ആറ്റൂർ സ്വദേശിയായ സുഹൈബ് എന്നും അയാൾ മുള്ളൂർക്കരയിൽ ബസ് സ്റ്റോപ്പിലിരിക്കുകയായിരുന്നു, അയാളും സുഹൃത്തുക്കളും. അവർ ചെറുതുരുത്തിയിൽ ചില ഫംഗ്ഷനൊക്കെ കണ്ടിട്ട്, ന്യൂ ഇയറിൻ്റെ ഫംഗ്ഷൻ കണ്ടിട്ട് നടന്ന് ഈ മുള്ളൂർക്കര ബസ് സ്റ്റോപ്പിൽ കയറി നിന്നു. അവിടെ കയറി ഇരുന്നവർ ക്ഷീണിച്ച്. ഈ സമയത്താണ് ആ ഏരിയയിലെ ഏറ്റവും വലിയ ഗുണ്ടയായ ഒരു വ്യക്തി അവിടെ വരുന്നത്. ആ വ്യക്തി അവരെ കണ്ടിട്ട് ഇവർക്ക് പരിചയമുണ്ടെന്ന് തോന്നുന്നു. ഷാഫി എന്ന് പറഞ്ഞ ആൾ നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണ്. അയാൾ അങ്ങോട്ട് ന്യൂ ഇയർ വിഷ് ചെയ്തു. തിരിച്ച് വിഷ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് പ്രകോപിതനായി അയാൾ കത്തിയെടുത്ത് ആ മുള്ളൂർക്കരയിലെ ആ ബസ് സ്റ്റോപ്പിലിരുന്ന ആ ആറ്റൂർ സ്വദേശി സുഹൈബിനെ കുത്തിമലർത്തുകയാണ്. 24 കുത്തി. ഗുരുതരാവസ്ഥയിൽ ഇപ്പം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിരിക്കുകയാണ്. നമുക്ക് അറിയാം, ഈ ന്യൂ ഇയർ ആയാലും ശരി, ഓരോ ദിവസം രാത്രിയിൽ തെരുവുകൾ തോറും അല്ലെങ്കിൽ സ്ട്രീറ്റ് തോറും നമ്മൾ വയലൻസും കത്തിക്കുത്തും കേരളത്തിൽ എല്ലാ ഗ്രാമങ്ങളിൽ വരെയും ഇത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൈവിട്ടുപോയി നമ്മുടെ കാര്യങ്ങൾ. കാരണം ഇവിടെ വയലൻസ് കാണിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് മാത്രമേ നേതാക്കന്മാരാകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. കൊലക്കേസ് പ്രതിയാകണം, അല്ലെ വയലൻസ് കാണിക്കണം, അവർക്ക് മാത്രമേ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും യുവജന വിഭാഗത്തു നിന്ന് ഉയർന്നു വരാൻ കഴിയുള്ളെന്നാണ് കേരളത്തിലുള്ള കുട്ടികൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ളവരാണ് തലപ്പത്തിപ്പം വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നോക്കുമ്പം വയലൻസിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. കൊച്ചുകുട്ടികളുടെ മനസ്സിൽ അതാണ് കയറിയിരിക്കുന്നത്. അതുകൊണ്ട് അതിന് പ്രേരകമായി അവർക്കൊക്കെ ഡ്രഗ്സും കഞ്ചാവും സമൂഹത്തിൽ ഇഷ്ടം പോലെ കിട്ടുകയും ചെയ്യുന്നുണ്ട്. ആഘോഷങ്ങൾക്ക് മാത്രമാണ് മലയാളികൾ മുൻതൂക്കം കൊടുക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ദൈനംദിനം ആഘോഷങ്ങളാണ്. ക്രിസ്മസോ ന്യൂ ഇയറോ ഒന്നും അല്ല ആഘോഷം, ഓണമൊന്നും അല്ല. ദൈനംദിനം ഓണവും ക്രിസ്മസും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. അതുകൊണ്ട് ഇത് തിരിച്ചു പിടിക്കുന്ന സമൂഹത്തിന് ഇല്ലെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയ ഒരു സിറ്റുവേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതുവത്സര ആശംസ ചെയ്തിട്ട് തിരിച്ചു പറഞ്ഞില്ല എന്ന് പറഞ്ഞ് 24 കുത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹം, നമ്മുടെ കുട്ടികൾ എങ്ങോട്ട് പോകുന്നു എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. 14 വയസ്സുകാരൻ 22 വയസ്സുകാരൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം സ്ത്രീകളുമായിട്ട് ചെയ്യുന്ന ഒരുത്തൻ, അയാൾ അത് ചലഞ്ച് ചെയ്ത ആളെ കുത്തിക്കൊന്ന സംഭവം, 2 സംഭവങ്ങളും നമ്മളെ വേദനപ്പെടുത്തുന്നു. നമ്മുടെ സമൂഹം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കണം. അടിയന്തരമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സാമൂഹ്യ പ്രവർത്തകരും മതസംഘടനാ നേതാക്കന്മാരും സമൂഹത്തിനെ നന്നാക്കാൻ ഇടപെട്ടില്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി കഴിഞ്ഞിരിക്കുന്നു. തിരിച്ചു പിടിക്കണം എന്നാണ് ഞാൻ പറയുന്നത്.